ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 58 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്ടന്മാരോട് പ്രതികാരം. ശക്തരെ, നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ? പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യമക്കളെ വിധിക്കുന്നത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴി പിഴച്ചിരിക്കുന്നു. ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു. അവർക്ക് സർപ്പത്തിൻ്റേത് പോലെയുള്ള വിഷമുണ്ട്. ചെവിയടഞ്ഞ അണലിയെപ്പോലെ ബധിരരാണ് അവർ. പാമ്പാട്ടിയുടെയോ മാന്ത്രികൻ്റെയോ സ്വരം അത് കേൾക്കുന്നില്ല. ദൈവമേ, അവരുടെ പല്ല് തകർക്കണമേ. കർത്താവേ, യുവസിംഹങ്ങളുടെ ദംഷ്ടങ്ങൾ പിഴുതെറിയണമേ. ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ. പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ. ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ. അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ളയെ പോലെ ആകട്ടെ. നിങ്ങളുടെ കലത്തിനു ചൂടേൽക്കുന്നതിന് മുമ്പ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും. പ്രതികാരം കൊണ്ട് നീതിമാൻ സന്തോഷിക്കും. ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാലു കഴുകും. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ. എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും.